നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. കാവേരിയിൽ കടുപ്പിച്ച്. കാവേരി പ്രശ്നത്തിൽ കർണാടകത്തെ കുടഞ്ഞ് സുപ്രീം കോടതി. ഉത്തരവ് നടപ്പാക്കാതെ സംസ്ഥാനം നീതിന്യായ വ്യവസ്ഥയെ അവഹേളിച്ചു. നാളെ മുതൽ 6 ദിവസം തമിഴ്നാടിന് 6000 ഖനയടി വീതം വെള്ളം നൽകണമെന്നും കർശന നിർദ്ദേശം. പ്രശ്നപരിഹാരത്തിന് ചൊവ്വാഴ്ചയ്ക്കകം കാവേരി മാനേജ്മെന്റ് ബോർഡ് രൂപീകരിക്കണം. അംഗങ്ങളുടെ പേര് വിവരങ്ങൾ നാളെ വൈകുന്നേരത്തോടെ അറ്റോർണി ജനറലിനെ അറിയിക്കണമെന്നും കർണാടകത്തോട് സുപ്രീം കോടതി. നിരോധനം റദ്ദാക്കി. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം റദ്ദാക്കി പാറ്റ്ന ഹൈക്കോടതി. നിതീഷ് കുമാർ സർക്കാരിന്റെ മദ്യനിരോധനം നിയമവിരുദ്ധമെന്നും ഇത് പൗരസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമെന്നും കോടതി. മഹാസഖ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്ന സമ്പൂർണ്ണ മദ്യനിരോധനം സംസ്ഥാനത്ത് നടപ്പാക്കിയത് ഇക്കഴിഞ്ഞ ഏപ്രിൽ 1-ന്. അതിനിടെ രാജ്യവ്യാപകമായി മദ്യം നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി തള്ളി. മദ്യനിരോധനം സർക്കാർ നയമെന്നും വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കോടതി. പരാമർശം മദ്യനിരോധനം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയിൽ. പ്രവേശനത്തിലെ പൊല്ലാപ്പ്. സ്വാശ്രയ പ്രവേശനത്തിന് തലവരിപ്പണം വാങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. ഇതു സംബന്ധിച്ച പരാതികളിൽ വിജിലൻസ് അന്വേഷണം നടത്തും. അതേസമയം മാനേജ്മെന്റുകൾ തലവരിപ്പണം വാങ്ങുന്നു എന്ന ആരോപണം നിഷേധിക്കുന്നില്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വിഷയത്തിൽ സർക്കാരും പ്രതിപക്ഷവും കടുംപിടുത്തം തുടരവേ സ്വാശ്രയ സമരം കൂടുതൽ രൂക്ഷമാക്കാൻ UDF. തലവരിപ്പണം വാങ്ങുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഭയമെന്ന് പ്രതിപക്ഷ നേതാവ്. മാനേജ്മെന്റുകളെ കാണുമ്പോൾ മുട്ടിടിക്കുന്നു എന്നും ആക്ഷേപം. സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ നിരാഹാര സമരത്തിനും തുടർച്ച. പരിയാരം സഹകരണ മെഡിക്കൽ കോളേജിലെ ഫീസ് കുറച്ചാൽ സമരം മതിയാക്കാമെന്ന പ്രതിപക്ഷ നിലപാടിനോട് മുഖം തിരിച്ച് സർക്കാർ. അതിനിടെ മെഡിക്കൽ പ്രവേശന നടപടികൾ പൂർത്തിയാക്കാൻ കേരളത്തിന് ഒരാഴ്ചത്തെ സമയം നീട്ടി നൽകി സുപ്രീം കോടതി. തീരുമാനം 250-ലേറെ സീറ്റുകളിൽ പ്രവേശനം പൂർത്തിയാക്കാനുണ്ടെന്ന സർക്കാർ വാദം അംഗീകരിച്ചു. കൂട്ടാനായി ഒരു കുറയ്ക്കൽ. എണ്ണ ഉൽപാദനം കുറയ്ക്കാനുള്ള OPEC തീരുമാനത്തിൽ പ്രതീക്ഷയർപ്പിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾ. ഉൽപാദനം കുറയുന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തൽ. തീരുമാനം മൂലം ഉൽപാദനത്തിൽ സംഭവിക്കുന്ന കുറവ് പ്രതിദിനം 7.5 ലക്ഷം ബാരൽ. 8 വർഷത്തിനിടെ ആദ്യമായാണ് ഖനനം കുറയ്ക്കാനുള്ള പെട്രോളിയം ഉൽപാദക രാജ്യങ്ങളുടെ തീരുമാനം. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2870 രൂപ, പവൻ 22,960 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.